ശ്രീ ആർ വി ബാബു, ഇന്ന് ഉദയനിധി സ്റ്റാലിന്റേതായി സനാതനധർമ്മത്തെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം വന്നിരിക്കുകയാണ്. സനാതനധർമ്മം എന്ന് പറയുന്നത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ചിന്താഗതി എന്നാണ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണം? ഉദയനിധി സ്റ്റാലിന്റെയും DMK-യുടെയും ഈ നിലപാട് നമ്മൾ ഇതിനകം തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ് സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക എന്നുള്ളത്. DMK-യുടെ പ്രഖ്യാപിത നയമായിട്ട് തന്നെ അവർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് അവർ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ നിയമസഭയിലും ആവർത്തിച്ച് പറയുന്നു. അതിന്റെയൊക്കെ ഫലമാണ് DMK എന്നുള്ളത് അവർക്ക് ഏറ്റവും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് അവരെത്തേണ്ടി വന്നു എന്നുള്ളത്. സ്റ്റാലിൻ തന്നെ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഇടമാണെങ്കിലും ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നാട്ടിൽ സനാതനധർമ്മത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പൊ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക എന്നുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ആ അജണ്ട അത് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ അതിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കേരളത്തിലും വളരെ സജീവമാണ്. അതുകൊണ്ട് കേരളവും തമിഴ്നാട്ടിലെ അതേ ശിഥില ശക്തികൾ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമായിട്ട് നടക്കുന്നുണ്ട്. അവരതിന് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരേ തൂവൽ പക്ഷികളായിട്ടുള്ള ആളുകൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഇത്തരണത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്.